സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിക്കാനൊരുങ്ങി LPST റാങ്ക് ഹോൾഡേഴ്സ്. നിയമനം നടക്കും വരെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലാണ് ഉദ്യോഗാർത്ഥികൾ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് മുഖ്യമന്ത്രി VD സതീശൻ പാലിക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജും ആവശ്യപ്പെട്ടു. ഉദ്യോഗാർത്ഥിയുടെയും ഷോൺ ജോർജിൻ്റെയും വാക്കുകളിലേക്ക്. ഇതുവരെയും മന്ത്രിയോ മന്ത്രികളുടെ ഭാഗത്തു നിന്ന് ഒരാളും ഇവിടെ എത്തിയിട്ടില്ല. മന്ത്രിയുടെ ഭാഗത്തു നിന്നല്ല, ഭരണപക്ഷത്തു നിന്ന് ഒരാളും ഈ 24 ദിവസവും ഞങ്ങളിവിടെ കിടന്നിട്ട് ചർച്ചയ്ക്കെന്നല്ല ഒന്ന് സംസാരിക്കാൻ പോലും ഒരാളും വന്നിട്ടില്ല. ഈ 6 തവണയും ഞങ്ങളുടെയാണ് ആവശ്യം, ഒരാളും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളാണ് അങ്ങോട്ട് ഞങ്ങളുടെ വിഷമങ്ങൾ പറയാൻ, ഞങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് പാസ് എടുത്ത് കാത്തിരുന്ന് മണിക്കൂറുകളോളം കാത്തിരുന്ന് മന്ത്രിയെ കണ്ട് ഞങ്ങളുടെ വിവരങ്ങൾ ധരിപ്പിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ഞങ്ങളുടെ പ്രതിനിധികളെ വിളിച്ച് അവരൊരു ചർച്ചയ്ക്ക് ഇന്നേ വരെ ഇരുന്നിട്ടില്ല. ഈ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന ഈ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പിന്തുണയും അറിയിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ മൗനം പാലിക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഇന്ത്യ ഒട്ടാകെ ഉയർന്ന ആ യുവജന മുന്നേറ്റത്തിനെ അനുകൂലിക്കുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തൊരു പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ മാത്രമല്ല PSCയെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ സാധാരണക്കാർക്കൊപ്പം യുവജനങ്ങൾക്കൊപ്പം രംഗത്തുണ്ടാകുമെന്ന് മാത്രം അറിയിക്കും. വാർത്തയുടെ വിശദാംശമായി പ്രശാന്ത് ചെയ്യുന്നു. പ്രശാന്ത്, ഡൽഹിയിൽ നീറ്റ് പരീക്ഷയുടെ പേരിൽ നടന്ന സമരത്തിന് എന്തൊരു പിന്തുണയായിരുന്നു. ഇവിടുന്നൊക്കെ ട്രെയിൻ കയറി വിദേശത്തു നിന്ന് വരെയാണ് ആളുകൾ വന്ന സമരത്തിന് പിന്തുണ നൽകിയത്. ഈ കൊച്ചു കേരളത്തിൽ PSC പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ലഭിക്കാതെ എത്രയോ ആളുകൾ വെയിലും മഴയും ഏറ്റ് സെക്രട്ടേറിയറ്റ് നടയിൽ കിടക്കുകയാണ്. LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരത്തിലേക്കൊന്ന് വരാനോ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കാനോ ഒരു ഭരണപക്ഷത്തെ ഒരു MLA പോലും തയ്യാറായില്ല എന്ന ഉദ്യോഗാർത്ഥി തന്നെ പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്? വിനോദ്, കഴിഞ്ഞ 24 ദിവസമായി LPST റാങ്ക് ഹോൾഡേഴ്സ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിരിക്കുന്നതിന് തൊട്ടു ഫ്രണ്ടിൽ, അതായത് ഒരു വിളിപ്പാട് അകലെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ സ്ഥലത്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലിരിക്കുന്നത്. 24 ദിവസം പിന്നിടുന്നു. യാതൊരുവിധ സമീപനങ്ങളോ യാതൊരുവിധ നടപടികളോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, PSCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ നടന്ന സമരങ്ങൾക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ആ സമരങ്ങളിലേക്ക് എത്തുകയും വലിയ പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇവർ സമരത്തിലിരുന്നവരാണ്. അവരെ തന്നെയാണ് ഈ സർക്കാരിൻ്റെ കാലത്തും നിയമനമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് PSC നിയമനത്തിനെതിരെ സമരം നടത്തുന്നത്. ആ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികളോട് ഇരട്ട സമീപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അന്ന് സമരം ചെയ്തപ്പോൾ പറഞ്ഞത് ഒരു വാക്ക്, ഭരണത്തിലേറിയപ്പോൾ പറയുന്നത് മറ്റൊരു വാക്ക്. 24 ദിവസം ഇവരെ ഈ വെയിലും മഴയും ഒക്കെ കൊള്ളുന്ന നിലയിലേക്ക് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലത്ത് ആണ് ഇതിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നടപടിക്രമങ്ങൾ വരുന്നത്. എന്നാൽ അതിനുശേഷം യാതൊരുവിധ നിയമനങ്ങളും നടന്നില്ല. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം നിയമനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. 1 വർഷത്തോളം അടുക്കുന്നു. ഇനി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തന്നെ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി പരീക്ഷ എഴുതി അതിൽ 1ാം റാങ്കും 2ാം റാങ്കും അടക്കമുള്ള ഉന്നത റാങ്കുകൾ നേടിയവർക്ക് പോലും ജോലി ലഭിക്കാതെ നിൽക്കുന്ന, നിയമനം ലഭിക്കാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് പട്ടിക റദ്ദാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് വീണ്ടും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന നിലയിലേക്കൊക്കെ എത്തും. അപ്പോഴും നിയമനം നടത്താതെ വീണ്ടും ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നു എന്നതൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിഷേധമാണ് ഇവർ രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ തുടർന്നും ഇനിയും സമരം ശക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ തന്നെ പറയുകയും ചെയ്തത് നേരത്തെ മണ്ണുവാരി തിന്നും മുട്ടിൽ നിന്നുമൊക്കെ സമരം ചെയ്തിരുന്നു. തുടർന്ന് കൂടുതൽ സമരം ശക്തമാക്കുകയും ഇത് നിയമനം ലഭിക്കുന്നതുവരെ തങ്ങൾക്ക് സ്വാഭാവികമാണ്. പ്രശാന്ത്, PSC ഉദ്യോഗാർത്ഥികൾ ഈ കാലത്ത് മാത്രമല്ല, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും മുട്ടിലിഴഞ്ഞും മണ്ണ് തിന്നും മൊട്ടയടിച്ചുമൊക്കെ സമരം നടത്തിയിട്ടും അവരുടെ സമരം ആരും കണ്ടില്ല. ഇത്തവണ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. വീണ്ടും റാങ്ക് ഹോൾഡേഴ്സ് സമരപാതയിലാണ്. ആരും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.